കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിലൊന്നാണ് നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ ഓരോ മണൽത്തരിക്കും ഓരോ കഥകൾ പറയാനുണ്ടാവും. ഇവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടുത്തെ തിരുമേനിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ക്ഷേത്രത്തിലെ ഇപ്പോഴത്തെ മേൽശാന്തി ശ്രീ രാമൻ സത്യനാരായണൻ അദ്ദേഹം. നമസ്കാരം തിരുമേനി. നമസ്കാരം. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ശിവസങ്കേതമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. തിരുവിതാംകൂറിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിലെ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരു ക്ഷേത്രവും കൂടിയാണ് ഈ നമ്മുടെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. കന്യാകുമാരി തൊട്ട് ഗോകർണം വരെ പരശുരാമനാൽ സ്ഥാപിതമായ കേരളം എന്ന ഭൂമിയിൽ 64 ഗ്രാമങ്ങളിൽ ഒരു പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഒരു ഗ്രാമമാണ് ഏറ്റുമാനൂർ ഗ്രാമം. പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിലും പ്രഥമ സ്ഥാനം വഹിക്കുന്നത് ഏറ്റുമാനൂർ മഹാദേവ തന്നെയാണ്. കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. 12ാം നൂറ്റാണ്ടിൽ വില്ലോങ്കലം സ്വാമിയാർ ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലാവുകയും അത് വനത്താൽ നിബിഡമായി കിടക്കുകയും ചെയ്തു. അതിനുശേഷം വില്ലോങ്കല സ്വാമിയാർ വന്ന് ഈ സങ്കേതം മനസ്സിലാക്കുകയും ക്ഷേത്രത്തിന് ദിവ്യചൈതന്യം, ശിവലിംഗത്തിൻ്റെ ദിവ്യചൈതന്യം മനസ്സിലാക്കുകയും ഇവിടുത്തെ നാട്ടിലുള്ള രാജാക്കന്മാരുമായി സംസാരിച്ച് ക്ഷേത്രം നവീകരിച്ച് ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മൂന്നാമതായി ഒരു വേല സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ പുല്ലരിയുമ്പോൾ വിഗ്രഹത്തിന് ഈ ഒരു ശിലയ്ക്ക് തട്ടുകയും അതിൽ നിന്ന് ചോര വരികയും ചെയ്തു എന്നും അത് ചൈതന്യമുള്ളൊരു ശിവലിംഗമായിരുന്നു, അത് രണ്ടാമത് പുനഃപ്രതിഷ്ഠ ചെയ്തിരുന്നു. അങ്ങനെ ഒരു ചരിത്രം ഉണ്ട്. പിന്നെ ഖരമഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണെന്നുള്ളൊരു ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ സാധാരണ അംഗീകരിക്കപ്പെട്ടത് പരശുരാമനാൽ സ്ഥാപിതമായ 108 ശിവാലയങ്ങളിൽ ഒന്നാണെന്നാണ് വിശ്വാസം. നമ്മുടെ ക്ഷേത്രത്തിലെ പൂജാരീതികളെ കുറിച്ചും അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഇവിടെ ഒരു മഹാക്ഷേത്രത്തിന് ഉതകുന്ന എല്ലാ വിധത്തിലുള്ള ആചാരങ്ങളുമാണ് നിലനിൽക്കുന്നത്. രാവിലെ വെളുപ്പിനെ 3 മണിക്ക് പള്ളി ഉണർത്തൽ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്ക് നട തുറന്ന് നിർമ്മാല്യ ദർശനം, അതിനുശേഷം അഭിഷേകത്തിന് ശേഷം ഉഷപൂജ, ഒരു 5:30 മണിയോടുകൂടി 5:45 ഉഷപൂജ. അത് മാധവപ്പള്ളി പൂജ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അതിൻ്റെ ഒരു ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് സാമൂതിരി രാജവംശത്തിലെ ഒരു തമ്പുരാട്ടി, മാധവി തമ്പുരാട്ടി, അവർക്ക് കലശമായിട്ടുള്ള അസുഖങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും നിമിത്തം പണ്ഡിതരുടെ അഭിപ്രായ പ്രകാരം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഭജനമിരിക്കാൻ വരികയും ഏറ്റുമാനൂർ ഭഗവാനെ ഭജിച്ചതിന് ശേഷം അവർക്ക് അവരുടെ ഈ തമ്പുരാട്ടിക്ക് അസുഖങ്ങളൊക്കെ മാറുകയും ചെയ്തു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായി ഈ എന്നും ക്ഷേത്രം എന്നുള്ള കാലത്തോളം ഈ ആദ്യ 1-ാം പൂജ മാധവപ്പള്ളി പൂജ എന്ന പേരിൽ അറിയപ്പെടുകയും അതിനു വേണ്ടുന്ന എല്ലാ ചെലവുകളും സാമൂതിരി രാജവംശത്തു നിന്ന് തിരുവിതാംകൂറിലേക്ക് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഒരു ഇതിലേക്ക് ആ പൂജയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ആ പൂജയ്ക്ക് ഒരു ഇടിച്ചു പിഴിഞ്ഞ പായസം എന്നുള്ളൊരു നിവേദ്യം എല്ലാ ദിവസവും രാവിലെ, അത് 2.5 ഇടങ്ങഴി അരി, 6 തേങ്ങ, 6
ഫലം, ശർക്കര, ആ ഒരു കൂട്ട് കണക്കിലാണ് ഇപ്പോഴും ഉണ്ടാക്കി ദേവന് നേദിക്കുന്നത്. അത് കഴിഞ്ഞാൽ രണ്ടാം പൂജ, അതിനെ പറയും എതിർത്ത് പൂജ എന്ന് പറയും. എതിർത്ത് പൂജയ്ക്ക് ശേഷം ശ്രീബലി ഭഗവാനുമായിട്ട് പുറത്ത് 3 പ്രദക്ഷിണ എഴുന്നള്ളത്തും. അതിനുശേഷം ശ്രീബലി തൂകി അകത്ത് ചെന്ന് കഴിഞ്ഞാൽ 8 മണിയോടുകൂടി പന്തീരടി പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 മണി കഴിയുന്നതോടുകൂടി ഭഗവാന് ധാര. ഈ ഭഗവാന് ജലധാര നടത്തുന്നത് പ്രധാനമാണ്. പിന്നെ തീർച്ചയായിട്ടും ഭഗവാൻ ഈ ഉഗ്രഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പറയപ്പെടുന്നത് രാവിലെ ഉച്ചവരെ അഘോരമൂർത്തിയായിട്ടും വൈകിട്ട് ശരഭമൂർത്തിയായിട്ടും രാത്രി ശിവപാർവതി അർദ്ധനാരീശ്വര സങ്കല്പത്തിലായിട്ടും മാമഹേശ്വര സങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം, ശിവപാർവതി എല്ലാം ഒന്നാണ് സങ്കല്പത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത്. വിശ്വാസം അങ്ങനെയാണ്. അപ്പോൾ ഉഗ്രഭാവത്തിലുള്ള ഭഗവാന് ഈ താപം തണുപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടിയാണ് കൂടുതൽ ധാര പ്രാധാന്യം അർഹിക്കുന്നത്. ഭഗവാന് കൂടുതൽ അഭിഷേകാദികൾക്കാണ് ഏറ്റവും പ്രധാനം ഏറ്റുമാനൂര് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ജലധാരയ്ക്ക് വളരെ പ്രാധാന്യം കൂടുതലാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ. അതിനുശേഷം ഉച്ചപൂജ, ഉച്ചശീവേലി, ജലധാര കഴിഞ്ഞാൽ പിന്നെ ക്ഷീരധാര, പിന്നെ കരിക്കധാര, അല്ലാതെ ദ്രവ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അഭിഷേകങ്ങൾ, പിന്നെ അഷ്ടാഭിഷേകങ്ങൾ വരും. ഇതൊക്കെ ഭഗവാന് വഴിപാടിനനുസരിച്ച് ചെയ്യും. അതിനുശേഷം ഉച്ചപൂജ, ഉച്ചശ്രീബലി കാര്യങ്ങൾ നടക്കും. പിന്നെ ഭഗവാനെ ഇതുമാതിരി തണുപ്പിക്കുക എന്നുള്ളൊരു വഴിപാട് തന്നെയാണ് ചന്ദനം ചേർത്ത് മുഴുക്കാപ്പം. അതും ഉച്ചയ്ക്ക് 12-12:30 ക്ഷേത്രത്തിൽ നട അടയ്ക്കും. വൈകിട്ട് 5 മണിക്ക് നട തുറന്ന് 5 മണിക്ക് നട തുറന്ന് അസ്തമനത്തിനനുസരിച്ച് ദീപാരാധന, പിന്നെ അത്താഴപൂജ, ശ്രീബലി, ശിവേലി, നടയടക്കുക. ഇതാണ് ഒരു ദിവസത്തെ ചടങ്ങുകൾ വരുന്നത്. പിന്നെ ഇതുകൂടാതെ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി ഹോമം, പിന്നെ ഉച്ചയ്ക്ക് മൃത്യുഞ്ജയ ഹോമം, ഇതും കൂടെ വഴിപാടായി ഭക്തജനങ്ങളുടെ വഴിപാടായി നടക്കുന്നു. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണ് ഭഗവാന്? ഏറ്റുമാനൂർ അമ്പലത്തിലെ പ്രധാനപ്പെട്ട വിശേഷ ദിവസം എന്ന് പറയുന്നത് പ്രദോഷം തന്നെയാണ്. മാസത്തിൽ 2 വരുന്ന വെളുത്തപക്ഷത്തിലും കറുത്തപക്ഷത്തിലും 15 ദിവസം കൂടുമ്പോൾ വരുന്ന പ്രദോഷം. ഏറ്റവും ഏറ്റുമാനൂരെ സംബന്ധിച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഒരു വിശേഷാൽ എന്ന് പറയുന്നത് പ്രദോഷം തന്നെയാണ്. പ്രദോഷാലിന് വിശേഷാൽ ഭക്തജനങ്ങൾ കൊണ്ടിരുന്ന കരിക്ക്, പാല്, അല്ലാതെ എണ്ണ, നെയ്യ്, തേൻ ഒക്കെ അഭിഷേകങ്ങളൊക്കെ കൂടെ അവിടെ വൈകിട്ട് പ്രദോഷ പൂജയ്ക്ക് ശേഷം പ്രദോഷ ശീവേലി, അതിനും വളരെ പ്രാധാന്യമുണ്ട്. ഋഷഭവാഹനത്തിലുള്ള ഭഗവാന്റെ എഴുന്നള്ളത്ത്, മേളത്തോടും നാദസ്വര കച്ചേരിയോടും കൂടിയുള്ള ഭഗവാന്റെ എഴുന്നള്ളത്ത്, അത് പ്രധാനപ്പെട്ട ഒരു ഏറ്റുമാനൂരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷാൽ ദിവസം എന്ന് പറയുന്നത് പ്രദോഷം. അതുകൂടാതെ തന്നെ കൊല്ലത്തിൽ വർഷത്തിലും നടക്കുന്ന 10 ദിവസത്തെ ഉത്സവം, അതായത് കുംഭമാസത്തിലെ തിരുവാതിര ആറാട്ട് വരുന്നതിന് 10 ദിവസം മുമ്പേ സ്വർണ്ണക്കൊടി മരത്തിൽ കൊടിയേറി, അതായത് പിന്നെ അങ്കുരാതി ഉത്സവം എല്ലാ വർഷവും പിന്നെ വളരെ ആഘോഷപൂർവ്വം നടക്കുന്ന ഒരു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം കാത്തിരിക്കുന്നത്. അതുകൂടാതെ പിന്നെ 4 സംക്രമങ്ങൾ, അതായത് കർക്കിടക സംക്രമം, തുലാസംക്രമം, മകരസംക്രമം, മേടസംക്രമം, ഈ 4 സംക്രമത്തിനും പ്രത്യേക വിശേഷാൽ പൂജകളും എഴുന്നള്ളത്തും ഭഗവാന്റെ ആനപ്പുറത്തുള്ള ശിവേലിയും എഴുന്നള്ളത്തും ഒക്കെ പതിവുള്ളതാണ്. പിന്നെ ശിവരാത്രി ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട, എല്ലാം ഒന്നും കുറക്കാനില്ല. ഭഗവാന്റെ ഏറ്റവും ശിവരാത്രി ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ശിവരാത്രി ദിവസം ഭഗവാന് പ്രത്യേക ഉദയാസ്തമന പൂജ, അതുകൂടാതെ ഇളാനപ്പുറത്തുള്ള എഴുന്നള്ളത്ത്, ഇതുമൊക്കെ വിശേഷാൽ തന്നെയാണ്. തിരുവാതിര, പിന്നെ ധനുമാസത്തിലെ തിരുവാതിര, പിന്നെ കൂടാതെ നിറപുത്തരി പോലുള്ള വിശേഷങ്ങൾ, ഇതൊക്കെ
പ്രധാനപ്പെട്ട തന്നെയാണ്. ഒന്നും പ്രാധാന്യം കുറക്കുന്നതല്ല, അല്ല, എല്ലാം ഒന്നിനൊന്ന് കൂടുതൽ പ്രാധാന്യം ഉള്ളത് തന്നെയാണ്. ഒന്നും നമുക്ക് മാറ്റി വെക്കാൻ അതെ അതെ പറ്റില്ല. അതെ 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 തീർച്ചയായും. ഏതാ മെച്ചോന്ന് പറയാൻ അതെ പറ്റില്ല. അതെ അതെ അതെ. പിന്നെ നമ്മുടെ ഏഴരപ്പൊന്നാന ദർശനത്തെ കുറിച്ച് നമ്മള് ഇപ്പൊ എല്ലാ ഭക്തജനങ്ങളും കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് ഏറ്റുമാനൂരപ്പന്റെ ഏഴരപ്പൊന്നാന ദർശനം. അപ്പം അതിനെക്കുറിച്ച് ഒന്ന് പറയാം. പിന്നെ അതിന്റെ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ചടങ്ങുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഴരപ്പൊന്നാന ദർശനം, അതായത് 8ാം ഉത്സവമാണ്, വലിയ കാണിക്ക ദിവസമാണ് ഏഴരപ്പൊന്നാന ദർശനം. അന്ന് വൈകിട്ട് സ്ട്രോങ് റൂമിലിരിക്കുന്ന പൊന്നാനയെ എടുത്ത് പിന്നെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് മാറ്റി. അവിടെ ആസ്ഥാന മണ്ഡപത്തിൽ അലങ്കൃതമായി മൂസദ് അവരാണ് അതിനെ അലങ്കരിച്ചുമൊക്കെ അവിടെ ആസ്ഥാന മണ്ഡപത്തിൽ വെക്കുന്നത്. ഇപ്പോൾ രാത്രി അത്താഴപൂജ, ശിവേലി, ശ്രീഭൂതബലിക്ക് ശേഷം ഭഗവാനെ ഇവിടുത്തെ അവകാശികളായ മൂസദ് സമുദായത്തിലെ ശ്രീബലി ബിംബം ഭഗവാനെ എഴുന്നള്ളിച്ച് ആസ്ഥാന മണ്ഡപത്തിൽ വയ്ക്കുകയും 2 സൈഡിലും ഏഴരപ്പൊന്നാന നിവർത്തിച്ച് വെക്കുകയും പിന്നെ അകത്തുനിന്ന് സ്വർണ്ണക്കുടം, അലക്കുകളൊക്കെ പിടിപ്പിച്ച പൊന്നിൻകുടം ഇതൊക്കെ ഭഗവാൻ അലങ്കൃതമായി. പഴയ കാലത്ത് ഇതൊക്കെ പറയുന്നുണ്ട്, പഴുക്കാക്കൊല, പഴുക്ക ചേന എന്നൊക്കെ, ഈ സ്വർണ്ണച്ചേന, പഴുക്കാക്കൊല എന്നൊക്കെ ഇങ്ങനെയുള്ള പിന്നെ നെൽമണി രത്നം ഇങ്ങനെയൊക്കെ അന്ന് വെക്കുമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ സെക്യൂരിറ്റി പ്രശ്നം എന്തുകൊണ്ടാണെന്നറിയില്ല. അതുകൊണ്ട് അതൊക്കെ ആ കാലത്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഭഗവാന് ആസ്ഥാന മണ്ഡപത്തിൽ അലങ്കരിച്ചു വെച്ച് ഭക്തജനങ്ങൾക്ക് ദർശിക്കാൻ. അപ്പോൾ ആദ്യത്തെ ഈ 8ാം ഉത്സവത്തിന് കാണിക്കയിടുക എന്ന് പറയുന്നത് പൊന്നുരുട്ടി പണ്ടാരത്തിൽ എന്ന് പറഞ്ഞ ഒരു സമുദായം, ഒരു നമ്പൂതിരി ഫാമിലി, അവർ ചെങ്ങന്നൂരാണ് താമസം. അവരാണ് പണ്ട് കാലത്ത് കാണിക്കയിടുന്നത്. അവരാണ് ഇവിടെ മേശാന്തി അവരോധനമൊക്കെ നടത്താൻ അവകാശപ്പെട്ട ഒരു കുടുംബം, പൊന്നുരുട്ടി പണ്ടാരത്തിൽ. അവരുടെ അവകാശികൾ ഇന്നും വന്ന് ആ ചടങ്ങുകൾ നിവർത്തിക്കുന്നുണ്ട്. പിന്നെ ദേവസ്വത്തിൻ്റെ അധികാരികളും ഭക്തജനങ്ങളും ഒക്കെ, പിന്നെ ഈ നാട്ടിൽ നിന്നും അല്ലാതെ വെളിയിൽ നിന്നുമൊക്കെ വരുന്ന നാനാവിധ ഭക്തന്മാരും ഭഗവാനെ കണ്ട് ഏഴരപ്പൊന്നാന ദർശനം നടത്തുന്നത്. അത് ലോകപ്രശസ്തമായിട്ടുള്ള ഒരു ചടങ്ങായിട്ട്, ലോകത്ത് പ്രശസ്തമായിട്ടുള്ള ഒരു ഇതാണ് ഏഴരപ്പൊന്നാന ദർശനം. അത് ഭക്തജനങ്ങളെ കണ്ട് തൊഴുത് സഹായിച്ചു. അതിനുശേഷം ഭഗവാനെ അവിടെ നിന്ന് എടുത്ത് ഏഴരപ്പൊന്നാന, 7 എന്ന് ഉദ്ദേശിക്കുന്നത് 8 ആന തന്നെയാണ്. 7 വലിയ ആനയും ഒരു ചെറിയ ആനയും. അത് ഈ അഷ്ടദിഗഞ്ചങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ്. അഷ്ടദിഗഞ്ചങ്ങളിൽ ഒന്ന് വാമനൻ എന്ന് പറയും. വാമനൻ പൊക്കം കുറഞ്ഞതായിട്ട് കണക്കാക്കണം. അതുകൊണ്ടാണ് 7 അര എന്നുള്ള ഒന്നിനെ അരപ്പൊന്നാനാക്കിയത്. അത് ചെറിയൊരു ആന ആയതുകൊണ്ട് പകുതി തൂക്കത്തില്ലേ. ഇത് ശരിക്കും ഇത് വരിക്കപ്ലാവിൽ നിർമ്മിച്ച് അതിൽ തങ്കം പൊതിഞ്ഞ് ആനയാണ്. അതിൽ 7 ആനക്കും 10 തുലാം അങ്ങനെ എന്തോ ഒരു തൂക്കം പറയുന്നുണ്ട്. 1 തുലാം വെച്ച് അങ്ങനെ. പിന്നെ മറ്റത് മാത്രം 1/2 തുല, അങ്ങനെയാണ് കണക്ക് പറയുന്നത്, പഴയ കണക്ക്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏഴരപ്പൊന്നാന ദർശനം കഴിഞ്ഞിട്ട് വിളക്കെഴുന്നള്ളത്ത്. ആ വിളക്കെഴുന്നള്ളത്തിനും ഈ ഭഗവാൻ ആനപ്പുറത്ത് വലിയ ചട്ടത്തിൽ അലങ്കരിച്ച് എഴുന്നള്ളിക്കുന്ന കൂട്ടത്തിൽ മുമ്പിലായിട്ട് ഈ ഏഴരപ്പൊന്നാനയും കൂടെ എഴുന്നള്ളിച്ച് വിളക്കെഴുന്നിട്ട് 3 പ്രദക്ഷിണം പിന്നെ കഴിയുന്നതോടുകൂടി ആ 8ാം ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ, ഏഴരപ്പൊന്നാന ദർശനം എന്നുള്ള ചടങ്ങുകൾ പൂർത്തിയായി. പിന്നെ 10ാം ദിവസം ആറാട്ടിനും കൂടെ
ആറാട്ട് എതിരേൽപ്പിന് 7 പൊന്നാനയും കൂടെ എഴുന്നള്ളിക്കാവുന്ന ഒരു ചടങ്ങുണ്ട്. കൊല്ലത്തിലും ഈ പ്രധാനം എന്ന് പറയുന്നത് ഈ 8 ഉത്സവത്തിനുള്ള 7 പൊന്നാന ദർശനവും അതോടനുബന്ധിച്ച് വിളക്കെഴുന്നള്ളത്തിനുള്ള 7 പൊന്നാന എഴുന്നള്ളത്തും അത് തന്നെയാണ്. പിന്നെ പിറ്റേ ദിവസമല്ലേ പള്ളിവേട്ട? പള്ളിവേട്ട 9-ാം ദിവസമാണ്. പള്ളിവേട്ട 9-ാം ദിവസം രാവിലെയുള്ള പതിവ് ചടങ്ങുകളും എല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് വൈകിട്ട് നട തുറന്ന് അത്താഴപൂജ ശിവേലി കഴിഞ്ഞ് പിന്നെ ശ്രീഭൂതബലി പള്ളിവേട്ട എഴുന്നള്ളായിട്ട് ഇറങ്ങും. അത് കഴിഞ്ഞ് പള്ളിവേട്ടക്ക് ഭഗവാനെ ആനപ്പുറത്ത് എഴുന്നള്ളിക്കും. അങ്ങനെ പടിഞ്ഞാറേ നടയിൽ അൽത്തറയിൽ പോയി പള്ളിവേട്ട ചടങ്ങുകൾ. അത് പോകുമ്പോഴേക്ക് നിശബ്ദമായിട്ടാണ് പോകുന്നത്. തിരിച്ച് വരുമ്പോഴേക്ക് ഭഗവാൻ പാണ്ഡിമേളത്തോടുകൂടി തിരിച്ച് അകത്തെത്തി പ്രദക്ഷിണായി അകത്ത് വന്ന് പിന്നെ അകത്ത് പള്ളിവേട്ട പള്ളി ഉറക്കം ചടങ്ങുകളുണ്ട് ഭഗവാന്റെ. പള്ളി ഉറക്കം അപ്പോൾ ഗർഭഗൃഹത്തിലല്ല, മണ്ഡപത്തിലാണ്. മണ്ഡപത്തിൽ പ്രത്യേക അലങ്കരിച്ച മണ്ഡപത്തിൽ, നമ്മുടെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാനെ പ്രത്യേക അലങ്കരിച്ച് പ്രത്യേകം കിടക്ക, തലണ ഇതൊക്കെ വെച്ച് വസ്ത്രങ്ങൾ ചുറ്റും നമ്മുടെ ഈ മുളദ്രവ്യങ്ങൾ അതൊക്കെ അന്ന് മുളച്ച് അതൊക്കെ ചുറ്റും വെച്ച് പ്രത്യേകിച്ച് താന്ത്രിക ചടങ്ങുകളാണ്. ഭഗവാനയുടെ പള്ളി ഉറക്കും. അതിനുശേഷം രാവിലെ പള്ളി ഉണർത്തൽ. പള്ളിയുണർത്തലിൻ്റെ പ്രധാന ചടങ്ങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ആദ്യം ഉണർന്നാൽ നമ്മളെ ശംഖ് വിളിച്ച് ഉണർത്തി നീരാഞ്ജനൊഴിച്ചും കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം കാണിക്കുക പശുവും കിടാവിനെയാണ്. അത് ഭഗവാന് ആദ്യത്തെ കണിയാണ്. നല്ല ഒരു പഴയ ഒരു ആചാരപരമായിട്ടുള്ള കണി. അതിനുശേഷം ഭഗവാനെ മണ്ഡപത്തിന് താഴെ വെച്ച് പ്രത്യേകം ഉണ്ടാക്കിയ പീഠത്തിൽ പ്രത്യേക അഭിഷേകങ്ങൾ, അഷ്ടാഭിഷേകങ്ങളിൽ വരുന്ന അഭിഷേകങ്ങൾ, അതുകൂടാതെ അലങ്കാരങ്ങൾ, മഞ്ഞപ്പൊടി അഭിഷേകങ്ങൾ, ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ മണ്ഡപത്തിലേക്ക് തന്നെ എഴുന്നള്ളിച്ച് വെച്ച് അവിടുന്ന് പ്രത്യേകം പൂജകൾ അതുമൊക്കെ കഴിഞ്ഞ് പിന്നെ അകത്തേക്ക് കൊണ്ടുപോയി പിന്നെ പതിവ് പൂജകൾ. അന്ന് പിന്നെ ഉച്ചയ്ക്ക് ആറാട്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ആറാട്ട് നടക്കുന്നത് മീനച്ചിലാറ്റിലെ പേരൂര് പൂവത്തുമൂട് കടവിലാണ്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിനായി പുറപ്പെടുന്ന ഭഗവാനെ ഏറ്റുമാനൂർ മുതൽ ആറാട്ട് കടവ് വരെ എല്ലാ ഭക്തജനങ്ങളും നിറപറയും നിലവിളക്കം വെച്ച് സ്വീകരിക്കുന്നു. ഓം നമ ശിവായ. തിരു ഏറ്റുമാനൂരപ്പൻ്റെ ആറാട്ട് കടവ്. ഇന്നിവിടെ ക്ഷേത്രത്തിൽ പന്തീരടി പൂജ വരെ പൂർത്തിയാക്കി. പന്തീരടിയല്ല, എതിർത്ത പൂജ വരെ പൂർത്തിയാക്കി. പന്തീരടി പൂജ ആറാട്ട് കടവിൽ നിന്നാണ് നിശ്ചയം. പേരൂര് പൂവത്തുമൂട് കടവിനടുത്താണ് പരശുരാമൻ സ്ഥാപിച്ച 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ പേരൂർക്കാവ് ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പേരൂർക്കാവിലമ്മയായ ഭദ്രാദേവി ഏറ്റുമാനൂരപ്പൻ്റെ മകളാണെന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ആറാട്ടിന് പോകുമ്പോൾ ഏറ്റുമാനൂരപ്പൻ വാദ്യഘോഷങ്ങളോടുകൂടി പേരൂർക്കാവിലെത്തി ദേവിയെ കണ്ട് പേരൂർക്കാവിലമ്മയ്ക്ക് പട്ടും 1 വർഷത്തേക്ക് ചിലവിനുള്ള പണക്കിഴിയും നൽകിയാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പോകുന്ന വഴിക്ക് പേരൂർക്കാവിൽ കയറി അവിടുത്തേതായിട്ടുള്ള ചില ചടങ്ങുകളും അത് കഴിഞ്ഞ് ആറാട്ട് കടവിൽ ഗംഭീരമായിട്ടുള്ള ഭഗവാന്റെ ആറാട്ടും മഞ്ഞളഭിഷേകം, പൂജകൾ, ആറാട്ട് പൂജകളുമൊക്കെ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളി ചാലക്കൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തി അവിടുന്ന് മണ്ഡപത്തിലിറക്കി എഴുന്നള്ളിച്ച് അവിടെ പ്രത്യേകം ഭഗവാന് പൂജകളും എല്ലാം കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിച്ച്. എന്നാൽ ആറാട്ട് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മഹാദേവൻ വാദ്യഘോഷങ്ങളൊക്കെ നിർത്തിവെച്ച് പേരൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ പുറകിലൂടെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. കാരണം മകൾ അറിഞ്ഞാൽ മഹാദേവൻ്റെ കൂടെ ഏറ്റുമാനൂരേക്ക് പോകുമെന്നാണ് സങ്കല്പം. അതുകൊണ്ട് കുറച്ച് ദൂരം ചെന്നിട്ടാണ് പിന്നീട് വാദ്യഘോഷങ്ങളൊക്കെ തുടങ്ങുന്നത് തന്നെ. അതുപോലെ തന്നെ ആറാട്ട് കഴിഞ്ഞ് വരുന്ന ഏറ്റുമാനൂരപ്പനെ സ്വീകരിക്കാനായി 7 പൊന്നാനയും ഭക്തജനങ്ങളും ആറാട്ട് എതിരേൽപ്പ് മണ്ഡപത്തിൻ്റെ അവിടെ എത്തി വാദ്യഘോഷങ്ങളോടുകൂടി ഭഗവാനെ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഓം ഹ്രീം നമഃ ശിവായ.
ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ ഓം ഹ്രീം നമഃ ശിവായ. ഇവിടെ എത്തി അകത്തെത്തി പ്രദക്ഷിണമായി അകത്ത് വന്ന് കൊടിയിറക്കോടെ ഉത്സവത്തിനുള്ള സമാപ്തി. നമഃ ശിവായ. നമ്മുടെ ഏഴരപ്പൊന്നാനെ ഇവിടെ മഹാരാജാവ് സമർപ്പിച്ചല്ലേ? അതെ അതെ, ഏഴര പൊന്നാന സമർപ്പിക്കാനുണ്ടായ കാരണം ഞാൻ പറയുന്നത് കേട്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഏറ്റുമാനൂരൊക്കെ തെക്കുംകൂർ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ ഈ തിരുവിതാംകൂർ വിസ്തൃതി വ്യാപിപ്പിക്കാൻ വേണ്ടി അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഓരോരോ ചെമ്പകശ്ശേരി, വടക്കുംകൂർ, തെക്കുംകൂർ, കായംകുളം ഇങ്ങനെ എല്ലാ രാജവംശവും യുദ്ധം ചെയ്ത് പിന്നെ തിരുവിതാംകൂറിന് ലയിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള കുറച്ച് ഭൂസ്വത്തുക്കളോ അല്ല ക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ചില ആൾനാശങ്ങളോ ഒക്കെ വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പരിഹാരാർത്ഥം ഭഗവാന് പിന്നെ ഈ എല്ലാ ദിക്കുകളിലും പോയി യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തിയത് കൊണ്ട് അഷ്ടദിഗഞ്ചങ്ങളെ സമർപ്പിക്കാമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു. അങ്ങനെ അഷ്ടദിഗഞ്ചങ്ങളിൽ 8 ആനകളെ സമർപ്പിച്ചു. അതിലൊന്ന് ഈ വാമനെന്ന്, അഷ്ടദിഗഞ്ചങ്ങളിലൊന്ന് വാമനെന്ന് കണക്കാക്കപ്പെടുന്നതുകൊണ്ട് ഒന്നിൻ്റെ പൊക്കം കുറഞ്ഞ് ചെറിയൊരു ആനയായി. അങ്ങനെ അതൊരു ഏഴരപ്പൊന്നാന എന്നുള്ള ഒരു പേരിലേക്ക് എത്തപ്പെട്ടു. ഇത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് ഇതിന് തീരുമാനമെടുക്കുകയും ധർമ്മരാജാവ് കാർത്തിക തിരുനാൾ മഹാരാജാവാണ് ഇത് സമർപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് ചരിത്രം. നമ്മുടെ കുഞ്ഞാന അടങ്ങിയിരിക്കല്ലേ, എപ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമല്ലോ. അതിൻ്റെ ഇങ്ങനെ ഓരോരോ പറയപ്പെടുന്ന ചരിത്രങ്ങള് കുട്ടിയാന പിന്നെ കുട്ടിത്തം കൊണ്ട് ഓടുക പറയുന്നു. അതിൻ്റെ ഒരു നമുക്കൊരു ലിഖിതമായിട്ടുള്ള ഒരു ഇതൊന്നുമില്ല, എങ്കിലും അതൊരു നമ്മുടെ ഒരു വിശ്വാസത്തിൽ അങ്ങനെ പറയുന്നു. അത് മാത്രമല്ല, ചിലപ്പോൾ ഈ ആനകളും എഴുന്നള്ളിച്ച് നിൽക്കുന്ന സമയത്ത് ഒരാന അതിൻ്റെ മുമ്പിൽ ഒരു എഴുന്നള്ളത്തിൻ്റെ ഒരു ഭംഗിക്കും അങ്ങനെ ആവാം. അപ്പം അതിനൊരു പ്രത്യേകിച്ചൊരു ശാസ്ത്രീയമായിട്ട് പറയുന്നില്ല. നമ്മുടെ ക്ഷേത്രത്തിലെ ചുവർ ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. ചുവർ ചിത്രങ്ങൾ പ്രസിദ്ധമാണ്. ഈയിടെ ഒരു ദർശന എന്ന് പറഞ്ഞ സെൻട്രൽ ആർക്കിയോളജി വകുപ്പിൻ്റെ അന്ന് ഉദ്ഘാടന സമയത്ത് അവരിവിടെ വന്നായിരുന്നു, പരിചയപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടായി. അപ്പോൾ അവർ പറഞ്ഞു കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ അഘോരമൂർത്തിയുടെയും പിന്നെ അനന്തശയനത്തിൻ്റെയും ഒക്കെ ഏറ്റവും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ചിത്രം തന്നെയാണിത്, ഇവിടുത്തെ ചിത്രം. പിന്നെ അത് മാത്രമല്ല, ശ്രീകോവിലിൻ്റെയും ഒരുപാട് കൊത്തുപണികളൊക്കെ ഉണ്ട്. അതൊക്കെ അവരെ ഒരുപാട് ആകർഷകമാക്കി. അവരും അതൊക്കെ ഈ സെൻട്രൽ ആർക്കിയോളജി വകുപ്പിൻ്റെ കുറേ ഫണ്ടുകളൊക്കെ കിട്ടുവാണെങ്കിൽ അതൊക്കെ ആ ചിത്രങ്ങളെ ഇതിനൊക്കെ എല്ലാം പഴയ മ്യൂറൽ കളറിങ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറേയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് അവർ പറഞ്ഞേക്കുന്നത്. അവരത് വളരെ വളരെ കൊത്തുപണികളൊക്കെ ശ്രീകോവിലിൻ്റെ ഒത്തിരി ആകൃഷ്ടരായിട്ടുണ്ട്. അവർ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള പണികളായിരുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ കെടാവിളക്കുണ്ടല്ലോ, വലിയ വിളക്കിൽ കെടാവിളക്ക് ഇവിടെ രണ്ടാമത് പിന്നെ ഈ പുനഃപ്രതിഷ്ഠ അമ്പലമൊക്കെ ഇന്ന് കാണുന്ന രീതിയിലേക്ക് നവീകരണങ്ങളൊക്കെ നടത്തി. പല കാലഘട്ടങ്ങളിലും നവീകരണങ്ങൾ, ക്ഷേത്രങ്ങൾക്ക് ക്ഷതം ഉണ്ടാവുകയും നവീകരണങ്ങൾ നടത്തി. അന്ന് ഇന്ന് കാണുന്ന രീതിയിൽ നവീകരണം ഏകദേശം പറയപ്പെടുന്ന 400-500 ആകെ ഒരു കൊല്ല കാലഘട്ടത്തിൻ്റെ ഇടയിലാണ്. അന്ന് എവിടെന്നോ ഈ പ്രതിഷ്ഠാ സമയത്തൊരു മൂശാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊല്ല സമുദായ കൈയോട്ട് പണിയെടുക്കുന്ന അതിലൊരു പ്രായമുള്ളൊരു വന്ന് ഈ വിളക്ക് ഇവിടെ തൂക്കി കത്തിക്കണം എന്ന് പറയും. അദ്ദേഹത്തോട് ഇവിടുത്തെ ഊരായ്മക്കാരോ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ഷേത്രേശന്മാരോ ഇതിലിത്രയും എണ്ണയൊക്കെ എവിടെ നിന്ന് ഒഴിക്കാൻ കിട്ടും എന്ന് പറഞ്ഞ് പുച്ഛിച്ച് അദ്ദേഹത്തിന് ഓടിക്കുക. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് ഇതിൽ ഒഴിക്കേണ്ട എണ്ണകൾ ഭഗവാൻ തന്നെ കൊണ്ടുവരും. എങ്കിലും അന്ന് അവരത് അത്ര ഗൗരവമായിട്ട് എടുത്തില്ല. എങ്കിലും അദ്ദേഹം അവിടെ തന്നെ ആ വെലിക്കപ്പുരയിൽ അത് തൂക്കിയിട്ട് പെട്ടെന്ന് അദ്ദേഹത്തെ അപ്രത്യക്ഷമാവുമെന്നാണ് പറയുന്നത്. ഈ പ്രതിഷ്ഠാ സമയത്ത് അത് എവിടുന്നോ ഇടിയും മിന്നും ഒക്കെ വന്നു
ആ സമയത്ത് ഇത് സ്വയം ജ്വലിച്ചു എന്നാണ് പറയുന്നത്. ഇന്നും ലോകത്ത് തന്നെ കിടാവിളക്ക്, കിടാത്തൊരു വിളക്ക് എന്നുള്ള ഒരു സങ്കല്പം ഏറ്റുമാനൂർ മാത്രമേ ഉള്ളൂ. കാരണം ഒരു പ്രത്യക്ഷ സത്യം തന്നെയാണ് കിടാവിളക്ക്. ഏറ്റുമാനൂരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് നമ്മളെ ഇവിടെയുള്ള ഭക്തജനങ്ങളല്ല, ലോകത്തിലുള്ള എവിടെയുള്ള ഏറ്റുമാനൂർ ഇപ്പം ഭക്തന്മാരായാലും ആദ്യം പെട്ടെന്നൊരു പ്രാർത്ഥന പറയുന്നത് എന്ത് വിഷമങ്ങൾ വരുമ്പോഴും വലിയ വിളക്കിൽ എണ്ണ ഒഴിച്ചോളാം എന്നാണ്. അത് നമ്മളും ചെറുപ്പത്തിലേ കേട്ടിരിക്കുന്നതും അതാണ്. പല വിശേഷാൽ വഴിപാടുകളും പ്രാർത്ഥനകളും ഉണ്ടെങ്കിലും ഒരു ദുരിതശമനവും എല്ലാം ഒരു ഏറ്റുമാനൂരിൽ കിടാവിളക്കിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ എല്ലാ ദുരിതങ്ങളും ശമിച്ചോളും എന്നുള്ളൊരു, അത് നല്ലെണ്ണയാണ്, എള്ളെണ്ണയാണ്. ഏറ്റുമാനൂരിലെ കിടാവിളക്കിൽ പ്രധാനപ്പെട്ട എള്ളെണ്ണ ഒഴിക്കുക എന്നുള്ളതാണ് ഏറ്റുമാനൂരിൽ ദുരിതശമനം എന്നുള്ള ഒരു വിശ്വാസം. അതുപോലെ നമ്മൾ ഈ പ്രദോഷവ്രതം എടുക്കുന്നത് എങ്ങനെയാണ്? പ്രദോഷവ്രതം ഇന്നിപ്പോൾ പല രീതിയിലും ആൾക്കാരത് വളച്ചൊടിച്ചൊക്കെ എടുക്കുന്നുണ്ട്. എങ്കിലും ശരിക്കും സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുളിച്ച് ഭസ്മധാര ധരിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ വന്ന് പ്രദക്ഷിണം, ക്ഷേത്രത്തിലെ പഞ്ചാക്ഷര ജപം, നമുക്ക് ചെല്ലാൻ പറ്റുന്ന ശിവൻ്റെ സ്തോത്രങ്ങളും അല്ലെങ്കിൽ നാമങ്ങളും ഒക്കെ ജപിച്ച് നമ്മൾ ആ ദിവസം മൊത്തമായിട്ട് നമ്മൾ ഈശ്വര ഭജനുമായിട്ട് പോവുക. വൈകിട്ട് പ്രദോഷം പൂജ കഴിഞ്ഞതിന് ശേഷം ഭഗവാനെ അഭിഷേകം ചെയ്ത് തീർത്ഥം, കരിക്കോ പാലോ എല്ലാം കൂടി തീർത്ഥം സേവിക്കുക. അതിനുശേഷം പ്രദോഷ ശിവേലിക്ക് ശേഷം ഭഗവാനെ നേദിച്ച് പടച്ചോറ് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ കഴിച്ച് അന്ന് അതാണ് ഒരു ദിവസത്തെ, അതായത് നമുക്ക് പ്രദോഷം സന്ധ്യ ത്രയോദശി കഴിഞ്ഞാൽ പ്രദോഷവ്രതം പൂർണ്ണമായി. അങ്ങനെ ഒരു ശുദ്ധ നോൽമ്പ് എന്നുള്ള രീതിയിലാണ് പ്രദോഷവ്രതം ഇരിക്കുന്നത്. ഇന്നിപ്പോൾ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് പല ആൾക്കാരും ചിലപ്പോൾ രാവിലെ എന്തെങ്കിലും വെള്ളം കുടിച്ചും ചെറിയ ഫ്രൂട്ട്സൊക്കെ കഴിച്ചുമൊക്കെ കഴിക്കും. അന്നാഹാരം വൈകിട്ട് പ്രദോഷ തലേദിവസം ഒരിക്കലായിരിക്കണം എന്നുണ്ട് എൻ്റെ നിയമം. തലേദിവസം ഒരു ഊണ്, അത് നമ്മളെ വൈറ്റ് റൈസ് തന്നെ അമ്പലത്തുനിന്ന് ഒരു പടച്ചോറ് വാങ്ങിച്ച് കഴിക്കും, അല്ലെങ്കിൽ നമ്മുടെ പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി അരി വൈറ്റ് റൈസ് കഴിച്ച് 2 നേരവും അരി ആഹാരം ഒഴിവാക്കിക്കൊണ്ടുള്ളത്. പിന്നെ പകലുറക്കം പാടില്ല. പൂർണ്ണമായിട്ടും നമ്മൾ ഭഗവാനെ ഭജിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനം. ഇതേമാതിരി തന്നെയാണ് ഏറ്റുമാനൂർ അമ്പലത്തിൽ ഭജനവും ഒരു പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ ആയുരാരോഗ്യത്തിനും സുഖങ്ങൾക്കും സന്താനഭാഗ്യത്തിനും ഒക്കെ പ്രാർത്ഥിക്കുന്നതാണ് ഭജനം ഇത് തന്നെ. തലേദിവസം അത്താഴപൂജ, ദീപാരാധന അത്താഴപൂജ തൊട്ട് തൊഴുത് പിറ്റേ ദിവസം രാവിലെ നട തുറക്കുന്ന തൊട്ട് അത്താഴപൂജ വരെയുള്ള എല്ലാ പൂജകളും തൊഴുത് പങ്കെടുത്ത് എല്ലാ പതിലും പങ്കെടുത്ത് ഭഗവാന്റെ നാലമ്പലത്തിലും അതിൽക്കകത്തുമായിട്ട് ഭജിച്ച് ഭജനം എന്നുള്ള ഉദ്ദേശം. 3-ാം ദിവസം രാവിലെ ഇവിടെയും നിർമ്മാല്യം തൊഴുത് പേരൂർക്കാവിലും തൊഴുത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ഭജനം. ഒരുപാട് ആൾക്കാർ ഭജനം ഇരിക്കാൻ വരുന്നുണ്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ. പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൽ പ്രധാന ഈ അപസ്മാരത്തിന് ഒരു വിശേഷാൽ പറയപ്പെടുന്ന ഒരു ഇതാണ്. അപസ്മാര രോഗികളായിട്ടുള്ളവർ വന്ന് ഭജനയിരിക്കുകയും പ്രദോഷവ്രതം എടുക്കുകയൊക്കെ ചെയ്യുന്നു. പണ്ടെന്തൊക്കെയോ ഈ നടയിൽ തൊട്ട് സത്യം ചെയ്യുകയൊക്കെ ആചാരങ്ങളുണ്ട്. ഇന്ന് കാലഘട്ടം മാറുമ്പോഴേക്കും അതൊക്കെ പിന്നെ അപ്രസക്തമായി പോയി ആചാരങ്ങൾ. എങ്കിലും ഈ അപസ്മാരം പോലുള്ള ഈ തീരാവ്യാധികൾ, ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഏറ്റുമാനൂർ ഈ എള്ളുകിഴി സമർപ്പണം, എള്ളെണ്ണ അഭിഷേകമൊക്കെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. പിന്നെ ഇവിടുന്ന് കാച്ചുന്നൊരു ഭജനത്തിൻ്റെ ഭാഗമായിട്ടും ഈ അപസ്മാരമുള്ളവർക്കൊക്കെ ഒരു പഞ്ചഗവ്യം നെയ്യ് ഭഗവാന്റെ അടുത്ത് നിന്ന് പൂജിച്ചു കൊടുക്കുന്നതും ഇവിടുത്തെ ഒരു മരുന്നായിട്ട്, ഭഗവാന്റെ ഒരു മരുന്നായിട്ട് കണക്കാക്കുന്നു. ഒരുപാട് ആൾക്കാർക്ക് ഭഗവാന്റെ ഒരു അത്ഭുതങ്ങൾ നമ്മളെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിലും കടത്തുരുത്തിയിലും വൈക്കത്തും ഒരു ദിവസം തൊഴണം എന്നുള്ളതാണ് പഴയ ഒരു ആചാരം. അത് രാവിലെ പഴയ കാലത്ത് പറയപ്പെടുന്നത് വെച്ച് കഴിഞ്ഞാൽ നിർമ്മാല്യം തൊട്ട് ഏറ്റുമാനൂർ അമ്പലത്തിൽ അന്ന് വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് 30 കിലോമീറ്റർ എന്നുള്ള ഒരു ദൂരം താണ്ടാൻ വേണ്ടി. അപ്പോൾ രാവിലെ നിർമ്മാല്യം തൊട്ട് ഏറ്റുമാനൂർ തൊഴുത് അതിനുശേഷം
പന്തീരടി പൂജയാകുമ്പോഴേക്ക് കടുത്തുരുത്തി എത്തുകയെന്നും അവിടെയും തൊഴുത് ഉച്ചപൂജ വൈക്കത്ത് എത്തുകയെന്നും വൈക്കത്ത് ഉച്ചപൂജയൊക്കെ തൊഴുത് പ്രാതൽ ഉച്ചക്ക് പ്രാതലൊക്കെ കഴിച്ച് അതാണ് പഴയ ഒരു കണക്ക്. ഇന്നിപ്പോൾ ആൾക്കാർ ആ ഭാഗത്തുനിന്ന് വരുന്നവർ ഏറ്റവും വൈക്കം തൊഴുത് ഇങ്ങോട്ട് 3 ക്ഷേത്രങ്ങൾ തൊഴും. ഇന്ന് ആൾക്കാരുടെ സൗകര്യം. പഴയ കാലത്ത് പറയുന്ന കേട്ട് ഏറ്റുമാനൂർ കടുത്തുരുത്തി വൈക്കം അങ്ങനെയാണ് തൊഴേണ്ടത് എന്നുള്ള ഒരു രീതി. അതായത് വൈക്കത്ത് പ്രാതൽ ഉച്ചഭക്ഷണം കഴിക്കാനാകുമ്പോൾ വൈക്കത്ത് എത്തുകയെന്നുള്ളതാണ്. ഭഗവാൻ അന്നദാന പ്രഭുവാണല്ലോ വൈക്കത്ത് മഹാദേവൻ. ക്ഷേത്രത്തിലെ വില്ലുകുളത്തെ കുറിച്ച് വില്ലുകുളം പണ്ട് അതിൻ്റെ പറയപ്പെടുന്ന കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസുരന്മാരെ ഇന്ദ്രലോകം സ്വന്തമാക്കാനും ഇന്ദ്രസിംഹാസനത്തിലിരിക്കാനും അങ്ങനെ ഒരു എല്ലാ കാലത്തും അസുരന്മാരങ്ങനെ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഇതിൽ ഈ കൂടെ അസുരന്മാരുടെ ഈ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയ ദേവേന്ദ്രൻ ഒരു നൃസിംഹ ഹോമം നടത്താൻ തീരുമാനിക്കുകയും അങ്ങനെ നൃസിംഹ ഹോമം നടത്തി നരസിംഹം പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ ഇന്ദ്രൻ വിചാരിച്ചതിലുപരി നരസിംഹം പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഭയങ്കര കോപാഗ്രഹം വന്ന് നരസിംഹത്തിനെ തണുപ്പിക്കാൻ യാതൊരു വഴിയുമില്ല. പണ്ട് ഹിരണ്യാക്ഷിനെയും വധിക്കാൻ വേണ്ടി വന്ന സമയത്ത് പ്രഹ്ലാദൻ തണുപ്പിച്ചു ഭഗവാൻ. ഇത്തവണ നരസിംഹത്തിനെ തണുപ്പിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഇന്ദ്രൻ പെട്ടെന്ന് മഹാദേവൻ്റെ അടുത്ത് ഓടിപ്പോയി. ഈ സിംഹത്തിനെ ഭയപ്പെടുന്ന ഒരു പക്ഷിയാണ് ശരഭം. അങ്ങനെ ഭഗവാൻ ശരഭമൂർത്തി ശരഭപക്ഷിയായിട്ട് വരികയും ഈ നരസിംഹത്തിനെ തണുപ്പിച്ച് ഇരുത്തുകയും ചെയ്തു എന്നും ആ സ്ഥാനമാണ് നമ്മുടെ കൃഷ്ണൻകോവിലായി നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഈ നരസിംഹത്തിൻ്റെ ഭാവം തണുപ്പിക്കാൻ വേണ്ടി അവിടെ കൃഷ്ണനായിട്ട് ചതുർബാഹമായിട്ട് വിഷ്ണുവിനെ കൃഷ്ണസങ്കല്പത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും താപത്തിൻ്റെ നിമിത്തം ഭഗവാനും ഈ ശരഭമൂർത്തിയായി വന്ന ഭഗവാനും ഭയങ്കര ഉഷ്ണാകുലനാവുകയും ഈ ഭഗവാന ദേവതകൾ കൂടി അഭിഷേകം ചെയ്ത് തണുപ്പിക്കുകയും ചെയ്തു. ഈ അഭിഷേക തീർത്ഥം വടക്കോട്ടൊഴുകി ഈ ഒരു ചാപസരസായി രൂപപ്പെടുക. അതായത് വില്ലിൻ്റെ ആകൃതിയിൽ വന്ന് ഈ വെള്ളം അവിടെ കെട്ടിക്കെടുത്തു എന്നും അതൊരു ഒരു വില്ലു തീർത്ഥം എന്നുള്ള രീതിയിൽ വന്നു എന്നുമാണ് പറയപ്പെടുന്ന ഒരു വിശ്വാസം, പുരാണ വിശ്വാസം. പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലെ പ്രധാനപ്പെട്ട ഉപദേവതകൾ എന്ന് പറയുന്നത് പിന്നെ അകത്ത് ഗണപതി ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയോടുകൂടി അകത്ത് തെക്ക് ഭാഗത്ത് നിലകൊള്ളുന്നു. പിന്നെ മണ്ഡപത്തിൽ യക്ഷിയും ഭഗവതിയും, പിന്നെ തെക്ക് വടക്ക് ഭാഗത്ത് ശാസ്താവ്, പിന്നെ മതിൽക്ക് പുറത്തായിട്ട് ശ്രീകൃഷ്ണൻ. അതൊരു പ്രത്യേക പഞ്ചപ്രാസാദത്തോടു കൂടിയുള്ള ഒരു ക്ഷേത്രം തന്നെയായിട്ട്, ഒരു ഉപദേവെന്നും അങ്ങനെ പറയാൻ പറ്റില്ല, എങ്കിലും പഞ്ചപ്രസാദത്തോടുള്ളൊരു ക്ഷേത്രമാണ്. പിന്നെ ഏറ്റുമാനൂർ അമ്പലവുമായിട്ട് ബന്ധപ്പെട്ട് അന്തിമഹാകാളങ്കാവ് വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യും. ഇത്രയുമാണ് നാഗദൈവങ്ങളുണ്ട്. ആയില്യത്തിന് വിശേഷാൽ പൂജകളൊക്കെയുണ്ട്. മറ്റ് ഉപദേവന്മാർക്കൊക്കെ നിത്യം നടക്കുന്ന നിവേദ്യങ്ങളും പതിവിനനുസരിച്ചുള്ള പൂജകളും മാത്രം. ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഭരണാവകാശം എന്ന് പറയുന്നത് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നിക്ഷിപ്തമാണ്. പിന്നെ ഇവിടുത്തെ താന്ത്രിക അവകാശം ചെങ്ങന്നൂർ താഴ്മൺ മഠത്തിൽ ആണ് ഈ താന്ത്രിക അവകാശങ്ങൾ. അതായത് ഇവിടുത്തെ സുപ്രീം പ്രിസ്റ്റ് അവരാണ്. പിന്നെ ഇവിടുത്തെ നമ്മുടെ മേശാന്തി അവകാശം കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് നീലേശ്വരം, കാസർഗോഡ് കാഞ്ഞങ്ങാടുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന പുല്ലൂർ ഇക്കരദേശി സമുദായം എന്നറിയപ്പെടുന്ന പുല്ലൂർ പത്തില്ലത്തിൽപ്പെടുന്ന അംഗങ്ങൾക്കാണ് ക്ഷേത്രത്തിലെ അവകാശം. അത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നമ്പി നോമിനി ചെയ്ത ആളാണ് ഇവിടെ നിയമിക്കപ്പെടുന്നത്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും അങ്ങനെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലും നമ്മുടെ ഈ പത്തില്ലക്കാർ തന്നെ. പത്മനാഭസ്വാമി ക്ഷേത്രം, പിന്നെ മിത്രാനന്തപുരം, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, പിന്നെ കുമാരനെല്ലൂർ ദേവി, കടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി, തിരുവങ്ങാട് ശ്രീരാമസ്വാമി,
പിന്നെ കക്കാട്ട് മഹാവിഷ്ണു. ഇത്രയും അമ്പലങ്ങൾ നിലവിൽ നമ്മുടെ ശാന്തി അവകാശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമ്പലമുണ്ട്, അല്ലാതെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഉണ്ട്, പ്രൈവറ്റ് ട്രസ്റ്റ് ഉണ്ട്, ഊരായ്മയുണ്ട്, എല്ലാ രീതിയിലുള്ള അമ്പലങ്ങളുമുണ്ട്. ശാന്തി അവകാശം മാത്രം ഒരു മുറക്കാലം എന്ന് പറഞ്ഞാൽ 3 വർഷം ഓരോരോ വ്യക്തി വന്ന് പുറപ്പെടാ ശാന്തിമാരാണ്. ഏറ്റുമാനൂർ അമ്പലത്തിൽ പുറപ്പെടാ ശാന്തിയായിട്ടാണ് ശാന്തി മഠവും അമ്പലവുമായിട്ട് 3 വർഷം കഴിച്ചു കൂട്ടുക. നമുക്ക് ആറാട്ടിന് ഒരു ദിവസം ഭഗവാന്റെ കൂടെ ആറാട്ട് കടവിലേക്ക് പോകാമെന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബ്രഹ്മചര്യത്തോടു കൂടിയാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മളെ ഫാമിലി ആയിട്ടൊന്നുമല്ല, സിംഗിളായിട്ടാണ്. ഒരിക്കലും ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് ഭക്തജനങ്ങൾക്ക് പറഞ്ഞു തന്നതിൽ ഒത്തിരി സന്തോഷം. നന്ദി. നമസ്കാരം. ശിവായ. ശിവായ.